21-ാം അധ്യായത്തിലെ ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. We read of a day in the future when the Lord is going to make a new heaven and a new earth. പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്ന ഭാവി കാലത്തെ ഒരു സംഭവത്തെക്കുറിച്ചാണ് നാം അവിടെ വായിക്കുന്നത്. And he who sits on the throne in verse 5 says, "Behold, I am making all things new." അവൻ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചെയ്യുന്നു. God does not repair things. He destroys the old and makes something new. ദൈവം പഴയതിനെ നശിപ്പിച്ച് പുതിയതിനെ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. We read that in the beginning of the Bible, how when the earth got corrupt because of the sin of Lucifer. ലൂസിഫറിന്റെ പാപം നിമിത്തം ഭൂമി പാഴും ശൂന്യമായി പോയപ്പോൾ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു, ദൈവം അതിനെ പുതിയതായിട്ട് വീണ്ടും പണിതു. He didn't do it all of a sudden. അത് വളരെ പെട്ടെന്നല്ല ദൈവം ചെയ്തത്. But little by little, day by day, made completely new. എന്നാൽ കുറേശ്ശെയായി നാൾതോറും ദൈവം ഒരു പുനഃസൃഷ്ടി അവിടെ ചെയ്തു. And what we read in Genesis chapter 1 is a picture of what God wants to do in our life. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തെയാണ്. When you read Genesis 1, you see a picture of what God wants to do with us. നമ്മിൽ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണണം. We can read it like this. നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയും. Here it says, in the beginning God created the heaven and earth. It was perfect. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ And the earth became formless, void and dark. ഭൂമി പാഴിയും ശൂന്യവുമായി തീർന്നു. We can read it like this. അങ്ങനെ നമുക്ക് വായിക്കുവാനായിട്ട് In കഴിയും. the beginning God created man perfect. ആദിയിൽ ദൈവം മനുഷ്യനെ പൂർണ്ണനായി സൃഷ്ടിച്ചു. But then the devil came in. എന്നാൽ പിശാച് കടന്നു വന്നു. And man became without a shape, empty and dark. മനുഷ്യൻ അവൻ പാഴും ശൂന്യവുമായി ആകാരമില്ലാത്തവനായി മാറി പിശാചിന്റെ തന്ത്രത്താൽ. We can say God said, "I'll make all things new." ദൈവം പറയുന്നു, ഞാനെല്ലാം പുതുതായി ചെയ്യുന്നു. He didn't do it all in one day. ഒറ്റ ദിവസം കൊണ്ടല്ല ദൈവം ആ പ്രവൃത്തി ചെയ്തത്. Little by little, day by day. കുറേശ്ശെയായി നാൾതോറും. But God had a goal in mind. എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. And the whole work began, it says here in verse 2, the Spirit of God began to move. അവിടെ നമ്മൾ 2-ാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ So പരിവർത്തിച്ചുകൊണ്ടിരുന്നു. when man is dark and empty, മനുഷ്യൻ അവൻ പാഴും ശൂന്യവുമായി ഇരിക്കുന്ന സമയത്ത്, if you find that your life is empty and dark and without light, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളും ശൂന്യവുമായി നിങ്ങളുടെ ജീവിതം നിങ്ങൾ കാണുമ്പോൾ, what you need to understand is you can never improve yourself. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവനെ അതിനെ മേൽത്തരമാക്കുവാൻ നിങ്ങൾക്ക് തന്നെ കഴിയുകയില്ല. You need the Holy Spirit to move. That is the message in the first paragraph of the Bible. വേദപുസ്തകത്തിലെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നാം കാണുന്ന സന്ദേശം പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു പുനഃസൃഷ്ടി നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. I really believe the greatest need among so many believers, even in our churches, is they need a moving of the Holy Spirit in their life. ഇന്ന് നമ്മുടെ മധ്യത്തിലുമുള്ള അനേക വിശ്വാസികളുടെ മധ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. Every time I read something like this, it really stirs me. The Spirit of God began to move. ഞാൻ ഈ കാര്യങ്ങൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ അത് എൻ്റെ ഉള്ളത്തെ തുടിക്കാറുണ്ട്. ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ട്. And a cry comes from my heart, Lord, I want the Spirit of God to move upon me. എൻ്റെ ഹൃദയത്തിലും ആ ഒരു കരച്ചിൽ വരാറുണ്ട്, ദൈവമേ എൻ്റെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് ഇപ്രകാരം. I hope that will be there in your heart. നിങ്ങളുടെ ഹൃദയത്തിലും അപ്രകാരം ഒരു ആഗ്രഹമുണ്ടോ? No way to remove the darkness except the Spirit of God will move. ആഴത്തിന്മേലുള്ള ഇരുൾ നീങ്ങണമെങ്കിൽ ആത്മാവ് അവിടെ പരിവർത്തിക്കണം. And the emptiness to be removed, it's only the Spirit of God will move. ശൂന്യത മാറണമെങ്കിൽ ആത്മാവ് അവിടെ പരിവർത്തിക്കണം. That's the message, as I said, right at the beginning of the Bible. വേദപുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ തന്നെ കാണുന്ന സന്ദേശം അതാണ്.
Right in the first chapter and right up to the last chapter in Revelation, it says the Spirit of God is calling people, saying, "Come." ഒന്നാം അധ്യായം മുതൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായം വരെ ആത്മാവ് ആളുകളെ വരിക എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ചിത്രമാണ് നാം കാണുന്നത്. And then along with the Spirit of God, the Word of God goes forth. ദൈവത്തിന്റെ ആത്മാവിന്റെ ആ പരിവർത്തനത്തോടൊപ്പം ദൈവത്തിന്റെ വചനം അവിടെ കടന്നു ചെല്ലുന്നു. These are the two ways by which God makes things new. ദൈവം പുതുതാക്കി തീർക്കുന്ന രണ്ട് വഴികൾ ഇതാണ്. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം. What I learned in that first chapter is this. ഞാൻ ഈ ആദ്യത്തെ അധ്യായത്തിൽ നിന്നും ഞാൻ പഠിക്കുന്ന കാര്യം ഇതാണ്. As the earth could not improve itself, I can never improve myself. ഭൂമിക്ക് തന്നെ ഒരു പുനഃസൃഷ്ടി നടത്തുവാനോ തന്നെ കുറച്ചുകൂടെ മെച്ചമാക്കുവാനോ കഴിയാതിരുന്നതുപോലെ എനിക്കും എന്നെ തന്നെ കൂടുതൽ മെച്ചമാക്കുവാനായിട്ട് എന്റെ സ്വന്തം കഴിവ് കൊണ്ട് കഴിയുകയില്ല. Sometimes we can hear a message in the church and say, okay, I'm going to improve myself a little and control myself a little there. നാം സഭയിൽ ഒരു സന്ദേശം കേട്ട് കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ പോവുകയാണ്, കുറച്ചുകൂടെ മെച്ചമായിട്ട് വരുമാനം പോവുകയാണ്. I'm going to be a little more humble. ഞാൻ കുറച്ചുകൂടെ താഴ്മയുള്ളവനായിരിക്കുവാൻ പോകുന്നു. I'm going to control my tongue a little more. ഞാൻ കുറച്ചുകൂടെ എന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ പോവുകയാണ്. That is Buddhism. അത് ബുദ്ധിസമാണ്. That is yoga. അത് യോഗയാണ്. That is not Christianity. അത് ക്രിസ്തീയതയല്ല. True Christianity is that which comes before the Lord and says, Lord Jesus, you're right when you say, without you I can do nothing. യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ കർത്താവേ നിന്നെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് അത് സത്യമാണ്. It doesn't matter how much experience you have. എനിക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും. I've been preaching for 50 years now. ഞാൻ 50 വർഷത്തോളമായി ഞാൻ പ്രസംഗിക്കുന്നു. Today when I stand in the pulpit, I say, Lord, I cannot speak unless you give me the words. ഞാൻ ഇന്നും പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ അങ്ങ് എനിക്ക് വചനം തന്നിട്ടില്ലെങ്കിൽ എനിക്ക് സംസാരിക്കുവാനായിട്ട് The കഴിയുകയില്ല. Spirit of God, Genesis 1:2 must happen on me. The Spirit of God must move and the Word of God must go forth. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം എന്റെ ജീവിതത്തിൽ അത് നിറവേറണം. ആത്മാവ് എന്റെ ജീവിതത്തിൽ കർത്താവേ ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ പരിവർത്തിക്കണം. Otherwise I will only give people instruction. അല്ലെങ്കിൽ ഞാൻ ആളുകൾക്ക് ചില ഉപദേശങ്ങൾ പകർന്നു കൊടുക്കുന്നവനായിരിക്കും. Like in verse 3, if God's word comes and says, let there be light, there'll be light. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനം കടന്നു വന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാകും. Dear brothers and sisters, this is our privilege after the day of Pentecost. പ്രിയ സഹോദരന്മാരെ, പെന്തക്കോസ്ത് നാളിന് ശേഷം നമുക്കുള്ള സാധ്യത ഇതാണ്. I will pour out my spirit on all flesh. സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. All of us sitting here. ഇവിടെ ആയിരിക്കുന്ന നാം എല്ലാവരുടെ മേലും. Don't let the devil say this is not for you. പിശാച് ഇത് നിനക്കുള്ളതല്ല എന്ന് നിങ്ങളുടെ മനസ്സിലോട് മന്ത്രിക്കാതിരിക്കുവാനായിട്ട് നിങ്ങൾ. This is not just for some Christians, it is for all believers. ഇത് ഏതെങ്കിലും ചില ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇതെല്ലാ വിശ്വാസികൾക്കും വേണ്ടി I will pour out my spirit on all flesh. സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. And your sons and your daughters will prophesy. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും അവർ പ്രവചിക്കും. When I was born again, I was in the Brethren Assembly and they never taught all these things there. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച സമയത്ത് ഞാൻ ഒരു ബ്രദറൻ അസംബ്ലിയിലായിരുന്നു. അവിടെ ഈ കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിരുന്നില്ല. They taught a lot of emphasis on God's word, which is a good thing. അവർ ദൈവവചനത്തിൽ അവർ പല നല്ല ഊന്നൽ കൊടുത്തിരുന്നു, നല്ല കാര്യമായിരുന്നു. And I learned to study God's word there. അവിടെ ദൈവവചനം അഭ്യസിക്കുവാനായിട്ട് ഞാൻ പഠിച്ചു. But I didn't know the Spirit of God moving upon my life. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ജീവിതത്തിൽ പരിവർത്തിക്കുന്ന ആ കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. So somebody said, you got to go to the Pentecostal church. They are the ones who speak about the Holy Spirit. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയണമെങ്കിൽ പെന്തക്കോസ്ത് സഭയിൽ പോകണം, അവരാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ പറയുന്നത്. I came from the Orthodox church. I did not know anything about Pentecostals. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ് വന്നത്. എനിക്ക് പെന്തക്കോസ്ത് സഭയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. Some brother who knew about the Pentecostals took me there. അതുകൊണ്ട് പെന്തക്കോസ്ത് സഭയെ കുറിച്ച് അറിയാവുന്ന ഒരു സഹോദരൻ എന്നെയും കൂട്ടി ആ പെന്തക്കോസ്ത് സഭയിലേക്ക് പോയി. I had never seen an assembly like that in my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. There was such a lot of shouting and yelling and noise and all that. അവിടെ അത്രയും ഉച്ചത്തിലുള്ള ശബ്ദവും ശബ്ദകോലാഹലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. And one pastor said, come on, keep saying hallelujah, 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 and you will start speaking in tongues. അവിടെ ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വന്ന്, നീ ഹല്ലേലൂയ 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 എന്ന് ആവർത്തിച്ച് പറയുക, അപ്പോൾ നിനക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. I didn't know whether to laugh, but I said, I'm not going to do that. എനിക്ക് ചിരിക്കണമോ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഏതായാലും അങ്ങനെ ചെയ്യുവാനായിട്ട് ഞാൻ തീരുമാനിച്ചില്ല. I came away from there to my room. അവിടെ നിന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് മടങ്ങി വന്നു. I said, Lord, I don't want that.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് അത് വേണ്ട. I don't want a lot of noise. കർത്താവേ എനിക്ക് ബാഹ്യമായിട്ടുള്ള കുറെ ഒച്ചപ്പാടല്ല എനിക്ക് ആവശ്യമുള്ളത്. I don't want to just keep on repeating something and my tongue will trip and I call that speaking in tongues. ഞാൻ എന്തെങ്കിലും ആവർത്തിച്ചുരുവിട്ട് എൻ്റെ നാവ് തെറ്റി ഞാൻ എന്തെങ്കിലും പറയുന്ന ഒരു അന്യഭാഷയല്ല എനിക്ക് വേണ്ടത്. I want what Peter, James and John got on the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ പത്രോസിനും യോഹന്നാനും യാക്കോബിനും പത്രോസിനും യോഹന്നാനും ലഭിച്ച ആ അതേ ആത്മാവാണ് എനിക്ക് വേണ്ടത്. If I have to wait 10 years, I'll wait 10 years, but I want the real thing. 10 വർഷം കാത്തിരിക്കേണ്ടി വരുന്നെങ്കിൽ ഞാൻ കാത്തിരിക്കാം, പക്ഷേ എനിക്ക് യഥാർത്ഥമായ ആ അനുഭവം വേണം. And such a desire was born in my heart to be filled with the Holy Spirit. ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ഒരു ദാഹം എൻ്റെ ഹൃദയത്തിലുണ്ടായി. I don't find that hunger in many people today. ഇന്ന് അനേകരുടെ ഹൃദയത്തിലും അപ്രകാരമുള്ള ഒരു ദാഹം ഞാൻ കാണുന്നില്ല. When God filled me with the Spirit and that hunger is still in my heart, I say, Lord, I want more of the Spirit of God in my life. ആ ഒരു ദാഹത്തോടെ ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നു. ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. ഇന്നും എനിക്ക് ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയുള്ള ദാഹമുണ്ട്. And I say to all of you young people, ചെറുപ്പക്കാരായ നിങ്ങളോട് ഞാൻ പറയട്ടെ, seek God to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. That is how He makes things new. അങ്ങനെയാണ് ദൈവം പുനഃസൃഷ്ടി ചെയ്യുന്നത്. It is not self-improvement. സ്വയമായിട്ടുള്ള ഒരു മെച്ചപ്പെടുത്തലല്ല. It's not my disciplining myself to control my tongue. എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് ഞാൻ തന്നെ എടുക്കുന്ന ചില നിലപാടുകളല്ല. Going and doing some work for God. അല്ലെങ്കിൽ അവിടെയും ഇവിടെയും പോയി ദൈവത്തിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ. Making a lot of noise. അല്ലെങ്കിൽ കുറെ ഒച്ചപ്പാടുകൾ. No, it's none of these things. ഇതല്ല. It's saying, Lord, I can do nothing without you. കർത്താവേ, അങ്ങേ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ദൈവത്തോട് പറയുന്നതാണ്. Those who wait upon the Lord, their strength will be exchanged. നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ആ നിങ്ങളുടെ ശക്തി പുതുതായി തീരും. Value the word of God and value the Holy Spirit. ദൈവവചനത്തെ നിങ്ങൾ വിലമതിക്കുക, പരിശുദ്ധാത്മാവിനെ ശക്തിയെ വിലമതിക്കുക നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തോളം. That's why even now I've studied the Bible for 50 years, but I still want to study it more. 50 വർഷമായിട്ട് ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കുന്നു, പക്ഷേ ഇപ്പോഴും എനിക്ക് കൂടുതൽ പഠിക്കുവാൻ താല്പര്യമുണ്ട്. It's God's word that will renew me. ദൈവത്തിന്റെ വചനമാണ് എന്നെ പുതുക്കുന്നത്. And the Holy Spirit. പരിശുദ്ധാത്മാവ്. And then we read every day something happened. അതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു. And I see something more here. ഇവിടെ ഞാൻ കൂടുതലായിട്ട് ചില കാര്യങ്ങൾ കാണുന്നു. Every day God examined what has been done today. ഇന്ന് ചെയ്ത കാര്യം ദൈവം ഓരോ ദിവസവും അത് പരിശോധിക്കുകയും ചെയ്യുന്നു. And God saw that it was good. ദൈവം അത് നോക്കിയിട്ട് പറയുന്നു. Verse 4. 4-ാം വാക്യം, നല്ലത്. So that's what I see, that every day God wants to do something in me. ഓരോ ദിവസവും ദൈവം എന്നിൽ പുതുതായിട്ടൊന്ന് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Something new. പുതുതായിട്ട് ഏതെങ്കിലും ഒന്ന്. He examines it. അതിനെ തുടർന്ന് ദൈവം അത് പരിശോധിക്കുന്നു. Okay, one day has gone. ഒരു ദിവസം കഴിഞ്ഞു. I've been trying to move on this person through the Holy Spirit. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഞാൻ പരിവർത്തിക്കുവാനായിട്ട്, ആത്മാവ് പരിവർത്തിക്കുവാനായിട്ട് നോക്കി. I've given him my word. ഞാൻ എൻ്റെ വചനം അവന് നൽകി. Has he responded to it? അവൻ അതിനോട് പ്രതികരിച്ചുവോ? And at the end of the day God should look at my life and say, that was good. ആ ദിവസത്തിന്റെ അവസാനം ദൈവം നോക്കിയിട്ട് അവന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നല്ലത് എന്ന് പറയുവാൻ കഴിയണം. Do you know that God wants to speak to us every day? ഓരോ ദിവസവും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? I believe that. ഞാനത് വിശ്വസിക്കുന്നു. I don't know whether you believe that every single day God wants to speak to you. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ ദിവസവും ഓരോ നാളും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യമുണ്ട്. Supposing the Prime Minister of India sent a message to you saying, I'd like to speak to you for 1 or 2 minutes every day. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നിങ്ങൾക്കൊരു സന്ദേശം അയക്കുന്നു എന്ന് കരുതുക. ഓരോ ദിവസവും 1-2 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് വളരെ പ്രധാനമുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. Would you wait for that call every day? നിങ്ങൾ ഓരോ ദിവസവും ആ പ്രധാനമന്ത്രിയുടെ വിളിക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുമോ? How many of you believe that God wants to speak to you every day something? ഓരോ ദിവസവും നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? You see it in the first chapter of the Bible. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ താളിൽ നാം കാണുന്നു. The first day God said something. ഒന്നാമത്തെ ദിവസം ഒരു കാര്യം പറഞ്ഞു. The second day God said something. രണ്ടാമത്തെ ദിവസം ദൈവം ഒന്ന് പറഞ്ഞു. The third day God said something. മൂന്നാമത്തെ ദിവസം ഒരു കാര്യം പറഞ്ഞു. Fourth day. നാലാമത്തെ ദിവസം. Fifth day. അഞ്ചാമത്തെ Sixth day. ആറാമത്തെ ദിവസം. Each time God is examining. ഓരോ ദിവസവും ദൈവം അതിനെ പരിശോധിക്കുന്നു. It was good. നല്ലത്. നല്ലത്. And finally അവസാനം he says it's very good.
verse 31. അവസാനം 31-ാം വാക്യത്തിൽ പറയുന്നു വളരെ നല്ലത്. Why? എന്തുകൊണ്ടാണ്? Because finally man and woman had come in the image of God himself. ദൈവത്തിന്റെ സൃഷ്ടിയുടെ അവസാനം ഇതാ ആ മനുഷ്യനും പുരുഷനും സ്ത്രീയും ദൈവത്തിന്റെ സാദൃശ്യത്തിന് ഒത്തവണ്ണം അവര് വന്നു. That is the message of the whole Bible. ദൈവവചനത്തിന്റെ മുഴുവൻ സന്ദേശം അതാണ്. Finally, when God has spoken to me through many hundreds and thousands of days, ആയിരക്കണക്കിന് ദിവസങ്ങൾ എന്നോട് ഓരോ ദിവസവും ദൈവം സംസാരിച്ച് ഞാൻ final day, അവസാന ദിവസം he will look at me, അവൻ എന്നെ നോക്കിയിട്ട് say, very good, വളരെ നല്ലത്, എത്രയും നല്ലത്, you have become like me completely. നീ പൂർണ്ണമായിട്ടും എന്നെ പോലെ ആയല്ലോ. You have learned to love people like me. എന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് നീ അഭ്യസിച്ചു. You have learned to keep your life pure like me. എന്നെ പോലെ നിന്റെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനായിട്ട് You have learned to depend upon me for everything. ഓരോ കാര്യങ്ങൾക്കും എന്നിൽ ആശ്രയിക്കുവാൻ നീ അഭ്യസിച്ചു. Are you learning that, brother, sister? സഹോദര സഹോദരി, നീ അത് Are you അഭ്യസിക്കുന്നുണ്ടോ? learning that more and more? നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ അത് പഠിക്കുന്നുണ്ടോ? God's ultimate goal is to make you like Jesus Christ. ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നിങ്ങളെ യേശുവിനെ പോലെ ആക്കുക. It will not happen in one day. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. But if you respond every day, it will reach that conclusion. ഓരോ ദിവസവും നിങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ മുന്നേറും. When the day you were born again, നിങ്ങൾ വീണ്ടും ജനിച്ച ദിവസം God made a path for you. ആ ദിവസം മുതൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. And that path is described in Proverbs chapter 4. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിൽ ആ വഴിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. Proverbs 4 and verse 18. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. It's called the path of the righteous man. അത് നീതിമാന്റെ The path of the righteous woman. അത് നീതിയുള്ള ഒരു സ്ത്രീയുടെ വഴിയാണ്. Here is how that path is. ആ പാത എങ്ങനെയുള്ളതാണെന്ന് ശ്രദ്ധിക്കുക. It becomes brighter and brighter and brighter until that perfect day. അത് നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. So how do I know whether I am on the path of the righteous? ഞാൻ ഈ നീതിമാന്മാരുടെ പാതയിലാണോ സഞ്ചരിക്കുന്നത് എങ്ങനെ എനിക്ക് അറിയാൻ കഴിയും? Every day I'm becoming a little more like Jesus. ഓരോ ദിവസവും ഞാൻ കുറച്ചുകൂടെ കർത്താവിനെ പോലെയാകും. I may slip up. ഞാൻ വീണുപോയെന്ന് വരാം. I'm not saying it won't happen. അത് സംഭവിക്കുകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. I get up immediately. ഉടനെ തന്നെ ഞാൻ എഴുന്നേൽക്കുന്നു. Just like if you're walking outside and you slip and fall on a stone there. നിങ്ങൾ അവിടെ നടക്കുമ്പോൾ വഴിയിൽ നടക്കുമ്പോൾ അവിടെ ഒരു കല്ലിൽ തട്ടി വീണെന്നിരിക്കാം. Yeah, it can happen to any of us. You can't say I'll never fall. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഞാൻ ഒരിക്കലും വീഴുകയില്ല എന്ന് പറയാൻ കഴിയുകയില്ല. അവിടെ തട്ടി വീണേക്കാം. But what do you do when you fall? എന്നാൽ നിങ്ങൾ വീഴുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? You don't lie down there and get discouraged. നിങ്ങൾ അവിടെ താഴെ കിടന്ന് അയ്യോ ഞാൻ വീണല്ലോ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുകയല്ല ചെയ്യുന്നു. Somebody asks you, why are you lying down here? Somebody asks you, why are you lying down here? ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നു എന്താ നിങ്ങൾ ഇവിടെ കിടക്കുന്നത്? Oh, I thought I would never fall, but I fell. ഞാൻ വിചാരിച്ചു ഞാൻ ഒരിക്കലും വീഴില്ല, ഞാൻ ഇപ്പോൾ ഇതാ ഇവിടെ വീണു, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കുക. When are you going to get up? അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് എഴുന്നേക്കുന്നത്? Yeah, I'm praying about it. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. We never do that. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. We get up immediately. ഉടനെ തന്നെ നാം എഴുന്നേൽക്കാറുണ്ട്. You must do that whenever you fall into sin. നിങ്ങൾ പാപത്തിൽ വീഴുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. The problem is many of you don't get up immediately. പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും ഉടനെ തന്നെ എഴുന്നേൽക്കുന്നില്ല എന്നുള്ളതാണ്. Your life would have been much better if you had developed this habit of getting up immediately. ഉടനെ തന്നെ എഴുന്നേൽക്കുന്ന ആ ശീലം നിങ്ങൾ അഭ്യസിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുമായിരുന്നു. There was a very godly man who used to say, ഒരു വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഇപ്രകാരം പറയുമായിരുന്നു. He said, you shouldn't get up, you must bounce up like a ball. അദ്ദേഹം പറയുന്നത് നിങ്ങൾ എഴുന്നേൽക്കുകയല്ല ചെയ്യേണ്ടത്, ഒരു ബോൾ തട്ടി തെറിച്ച് മുകളിലോട്ട് പൊങ്ങുന്നത് പോലെ നിങ്ങൾ ഉടനെ തട്ടി ഉടനെ touches the ground, it comes up. അത് തറയിൽ തട്ടുമ്പോൾ അപ്പോൾ തന്നെ അത് മുകളിലേക്ക് തെറിക്കും. Lord, I'm sorry, I slipped up. Forgive me. അങ്ങനെ ദൈവമേ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. I had a bad thought, Lord. കർത്താവേ എനിക്കൊരു തെറ്റായ ചിന്ത എൻ്റെ ഹൃദയത്തിൽ കടന്നു. 1 second. ഒറ്റ നിമിഷം. You know, you bounce up like that, you'll find after a little while you get victory. നിങ്ങൾ അപ്രകാരം അവിടെ ഉടനെ തെറിച്ച് എഴുന്നേറ്റ് മുകളിലേക്ക് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയത്തിന് ശേഷം വിജയകരമായി the devil will come and say, see what a useless fellow you are, you tried so hard, what is your condition? നിങ്ങൾ വീഴുമ്പോൾ എന്നാൽ പിശാച് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും നീ എന്തൊരു മോശക്കാരനാണ്, നീ എത്ര പ്രാവശ്യം ഇങ്ങനെ വീണു, നീ എത്ര പ്രാവശ്യം. I'm not going to listen to him. ഞാൻ പിശാചിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുകയില്ല. Maybe I fell 20 times in a day, I'm going to get up. ഈ ദിവസം ഞാൻ 20 പ്രാവശ്യം വീണു, എന്നാലും ഞാൻ എഴുന്നേൽക്കും. I keep getting up, a day will come and I fall only 2 or 3 times. ഞാൻ വീണ്ടും എഴുന്നേറ്റുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ 2 or 3 പ്രാവശ്യം വീഴുന്ന ഒരു ദിവസം ഉണ്ടാവും. Day will come when I don't fall.
തുടർന്ന് ഞാൻ വീഴാത്ത ഒരു ദിവസം ഉണ്ടാവും. That is the hope we have, brothers and sisters. സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്കുള്ള പ്രത്യാശ അതാണ്. A path that becomes brighter and brighter and brighter. നമുക്ക് പ്രകാശമാനമായി കൂടുതൽ കൂടുതൽ പ്രകാശമാനായി തീരുന്ന ഒരു പാത. A couple of months ago they had a conference in Tamil Nadu for young people. 2 മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ അവിടെ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. And one brother sent me a little report of what happened there, what was spoken. അവിടെ ആ കോൺഫറൻസിൽ എന്താണ് സംസാരിച്ചിരുന്നത് എന്നുള്ളതിന്റെ ഒരു ചുരുക്കം എനിക്ക് ഒരു സഹോദരൻ അയച്ചു തന്നു. There was one sentence there that really encouraged me. അവിടെ ആ റിപ്പോർട്ടിൽ എന്നെ വളരെ ഉത്സാഹിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. One thing that they told the young people there. അവിടെ ചെറുപ്പക്കാർ പറഞ്ഞ ഒരു കാര്യം. No, what was told to the young people. അവിടെ ചെറുപ്പക്കാരോട് പറഞ്ഞ ഒരു കാര്യം. Don't get discouraged if you don't come to the godly life you see in another brother. മറ്റൊരു സഹോദരന്റെ ജീവിതത്തിൽ കാണുന്ന ഒരു ഉന്നതമായ ആത്മീയ ജീവിതത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല എന്ന് നിങ്ങൾ കാണുമ്പോൾ നിരാശപ്പെടരുത്. Just ask yourself how old he is. നിങ്ങൾ ആ സഹോദരനെ നോക്കി അദ്ദേഹത്തെ നിങ്ങൾ ചോദിക്കുക അദ്ദേഹത്തിന് എത്ര പ്രായമുണ്ട്. And you know it took him some time to get there. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ മനസ്സിലാകും അദ്ദേഹത്തിന് ആ ജീവിതത്തിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം എടുത്തു. Don't get discouraged. You will get there too. It will take a little time. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ അവിടെ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. See, it says in Genesis 1 that the whales and the fish and all were created on the 5th day. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് തിമിംഗലത്തെയും മീനുകളെയും ഒക്കെ 5ാമത്തെ ദിവസമാണ് സൃഷ്ടിച്ചത്. So on the 2nd day, അവിടെ 2ാമത്തെ ദിവസം all the seas did not get discouraged saying, oh, there are no whales, no fish over here. അവിടെ 2ാമത്തെ ദിവസം അവിടെ കടലിലൊക്കെ ആകെ നിരാശയായി. ഇവിടെ കടലുണ്ട്, പക്ഷെ ഇവിടെ മീനുമില്ല, തിമിംഗലവും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ നിരാശപ്പെട്ടില്ല. Wait, that will come. It will come on the 5th day. നിങ്ങൾ കാത്തിരിക്കുക 5ാമത്തെ ദിവസം വന്നോളൂ, മീനൊക്കെ 5ാമത്തെ ദിവസം വരും. We are so eager that first day itself everything must happen. നമുക്ക് വളരെ വളരെ ഉത്സാഹമാണ്, 1ാമത്തെ ദിവസം തന്നെ എല്ലാം ഒന്നിച്ച് സംഭവിക്കണം. There is a plan of God. The trees and the fruit have to come on the 3rd day. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അവിടെ മരങ്ങളും ഫലങ്ങളും ഒക്കെ 3ാമത്തെ ദിവസം വരണമായിരുന്നു. The earth doesn't get discouraged on the 1st and 2nd day. The tree and fruit has not come. അവിടെ ഭൂമിയിൽ അവിടെ വൃക്ഷങ്ങളും ഫലവും ഒന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് 2ാമത്തെ ദിവസം ഭൂമി നിരാശപ്പെടുന്നില്ല. Don't get discouraged if you don't see things happening in one day or 1 year. ഒറ്റ ദിവസം കൊണ്ട് ഒരു വർഷം കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട. Hold on in patience. God will do miracles in your life. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക, ദൈവം അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. There's a plan. God has planned each day something. ഓരോ ദിവസവും ദൈവം ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പദ്ധതിയിട്ടിട്ടുണ്ട്. All those things you read in Genesis 1, God could have done it in one moment, not even one day. ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ വായിച്ച ഈ എല്ലാ കാര്യങ്ങളും ഒറ്റ ദിവസം കൊണ്ട്, അല്ല ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമായിരുന്നു. Why is it written that he did this each day, as if it takes time for God to do these things? എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ദൈവം ചെയ്തു എന്ന് ദൈവത്തിന് കൂടുതൽ സമയമെടുക്കുന്നത് പോലെ എഴുതിയിരിക്കുന്നത്? Teach us a lesson that God works in us slowly. നമുക്ക് ഒരു പാഠം അഭ്യസിപ്പിക്കുവാനാണ്. ദൈവം മെല്ലെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. See, how long does it take for a little piglet or a little baby kitten to start walking? ഒരു പൂച്ചക്കുട്ടിക്ക് ആ പൂച്ചക്കുട്ടിക്ക് നടക്കാൻ തുടങ്ങാനായിട്ട് എത്ര സമയം എടുക്കും? Very quickly. വളരെ പെട്ടെന്ന്. But how long it takes a little human being to start walking? 1 year. നമ്മുടെ ഒരു മനുഷ്യ കുഞ്ഞിന്, ഒരു കൊച്ചു കുഞ്ഞിന് നടക്കാനായിട്ട് എത്ര സമയം എടുക്കും? How long does it take for that little kitten to start eating, find its own food and eat it, or a dog? ഒരു കൊച്ചു നായ്ക്കുട്ടിക്ക് അല്ലെങ്കിൽ കൊച്ചു പൂച്ചക്കുഞ്ഞിന് അത് ജനിച്ച് കുറച്ച് കഴിഞ്ഞ് സ്വന്തം ഭക്ഷണം കഴിക്കാനായിട്ട് എത്ര സമയം വേണം? I don't know, but I think it's just a few weeks. Mother dog says, go find your own food now. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും വളരെ ചെറിയ ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ തള്ള പറയും, നീ പോയി നിന്റെ ഭക്ഷണം കണ്ടുപിടിച്ചോളൂ. Human beings at 20 years we are still keeping them at home. മനുഷ്യര് അവരുടെ കുഞ്ഞുങ്ങളെ 20 വർഷമായിട്ട് ഇപ്പോഴും വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Learn from these lessons. God works patiently with us. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക. ദൈവം ക്ഷമയോടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. Don't get discouraged. നിരാശപ്പെടാതിരിക്കുക. Little by little, the path of the righteous will become brighter and brighter. ക്രമേണ മെല്ലെ പതുക്കെ ആ നീതിമാന്മാരുടെ പാത ശോഭനമായിട്ട് തീരും. If you discouraged, you will go back. എന്നാൽ നിങ്ങൾ നിരാശപ്പെട്ടാൽ നിങ്ങൾ പുറകോട്ട് പോകും. Believe that God wants to say something to you every day. ഓരോ ദിവസവും ദൈവത്തിന് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. It's true. I have the habit of listening to God every day from the time I get up in the morning. ഞാൻ രാവിലെ
എഴുന്നേൽക്കുന്ന സമയം മുതൽ ഓരോ ദിവസവും ദൈവത്തെ ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. Even if I wake up in the middle of the night, ഞാൻ അർദ്ധരാത്രി എഴുന്നേൽക്കുകയാണെങ്കിലും, speak Lord, your servant is listening. What do you got to say to me? ദൈവമേ, അങ്ങേക്ക് എന്നോട് എന്താണ് പറയുവാനുള്ളത്? അങ്ങയുടെ ഈ ദാസനെ I want ശ്രദ്ധിക്കുന്നു. to encourage all of you to develop that habit. നിങ്ങളെല്ലാവരും തന്നെ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Don't just read the Bible, listen to God. നിങ്ങൾ വചനം വായിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ വചനം വായിക്കുമ്പോൾ ദൈവത്തെ ശ്രദ്ധിക്കുക. Faith does not come by reading the Bible. വിശ്വാസം ദൈവവചനം വായിക്കുന്നതിനാലല്ല വരുന്നത്. Romans 10:17 says faith comes by hearing. റോമാലേഖനം Hearing comes from the Bible. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. കേൾവി ദൈവവചനത്താൽ വരുന്നത്. So when you read the Bible, you got to hear what is God saying to me. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേൾക്കുക. The earth heard, let there be light, and responded. വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം ഭൂമി കേട്ടു, ഉടനെ ഭൂമി പ്രതികരിച്ചു. Another day the earth heard, let the trees come forth and bring forth fruit, and the earth said sure. മറ്റൊരു ദിവസം ദൈവത്തിന്റെ ഈ ശബ്ദം ഭൂമി കേട്ടു, വൃക്ഷങ്ങൾ മുളയ്ക്കട്ടെ, ഫലം പുറപ്പെടട്ടെ, ഉടനെ ഭൂമി അതിനോട് പ്രതികരിച്ചു. I want to ask you, don't you think you are more precious to God than that earth that God spoke to? നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആ ദൈവം സംസാരിച്ച ഭൂമിയെക്കാട്ടിലും നിങ്ങൾ എത്രയോ വിലയുള്ളവരാണെന്ന്? Don't ever let the devil tell you you are some worthless person. ഒന്നിനും പ്രയോജനമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് പിശാച് നിങ്ങളോട് പറയുവാനായിട്ട് അത് കേൾക്കരുതേ. നിങ്ങൾ You may have failed numerous times in your life. നിങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രാവശ്യം നിങ്ങൾ തോറ്റിരിക്കാം. I want to tell you in Jesus' name that you are valuable to God. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിലയുള്ളവരാണ്. The value of something is estimated by how much price you gave for it. ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത് ആ വസ്തുവിന് വേണ്ടി എത്ര, അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് ആ വസ്തുവിന് വേണ്ടി എത്ര വില കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. 10 or 12 sheets of newspaper, they no value because you paid 2-3 rupees for it. 10-12 ന്യൂസ് പേപ്പറുകൾ, അതാണെങ്കിൽ അതിന് 2-3 രൂപ മതി. പേജുകൾ, ഒരു പത്രം, it doesn't have any value. അതിനൊരു മൂല്യമില്ല. But some painting, expensive painting that you bought, എന്നാൽ നിങ്ങൾ വാങ്ങിയ ഒരു മനോഹരമായ പെയിന്റിംഗ്, I saw a picture the other day in the news of a painting. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ ഇപ്രകാരം ഒരു പെയിന്റിങ്ങിന്റെ ഒരു വാർത്ത വായിച്ചു. പെയിന്റിങ്ങിനെ കുറിച്ചുള്ള വാർത്ത വായിച്ചു. $12 million somebody paid for it. ആ ഒരു പെയിന്റിങ്ങിന് വേണ്ടി $12 million ആരോ അതിനു വേണ്ടി ചിലവാക്കി. I looked at it, it was such a useless painting. I said many child can draw something better than this. ഞാൻ ആ പെയിന്റിങ്ങിലേക്ക് നോക്കിയപ്പോൾ അതെന്തോ ഒരു വൃത്തിഹീനമായ കുറെ വരകൾ, ഒരു കുഞ്ഞിന് പോലും അത് വരയ്ക്കാവുന്ന some ancient artist drew it somewhere. ഏതോ കാലത്ത് ജീവിച്ച ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ച കുറെ വരകൾ. Honestly, I would not have paid 10 rupees to buy that. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു 10 രൂപ പോലും അത് വാങ്ങാനായിട്ട് ഞാൻ മുടക്കുകയില്ലായിരുന്നു. I'll be ashamed to hang it up in my house. എന്റെ വീട്ടിൽ ഇത് എങ്ങനെ കൊണ്ടുപോയി തൂക്കും? അങ്ങനെയുള്ള ഒരു ചിത്രം. There are many paintings like that. People say 5 million, 10 million. You look at some of those paintings, they're absolutely useless. അങ്ങനെയുള്ള കുറെ പെയിന്റിങ്ങുകളുണ്ട്, ചിത്രങ്ങളുണ്ട്. ആളുകൾ 5 മില്യൺ, ഇങ്ങനെ 50 മില്യൺ ഇങ്ങനെ കൊടുത്ത് വാങ്ങുന്നത്. I learned something from that. അതിൽ നിന്നും ഞാനൊരു പാഠം പഠിച്ചു. It may look useless to me. എനിക്ക് അതൊരു മൂല്യമില്ലാത്തതായിട്ട് തോന്നിയേക്കാം. But these fellows who value art, they say this is valuable so much. എന്നാൽ ഈ കലയും ഇങ്ങനെയുള്ള ആർട്ടിനെ വിലമതിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അത് വളരെ മൂല്യമുള്ളതാണ്. You know, it's like diamonds. It's so small. To me, it looks like just a piece of glass. ഈ വജ്രം, രത്നങ്ങൾ, അത് എന്നെ സംബന്ധിച്ചോളം ഞാൻ നോക്കിയാൽ ഒരു ചെറിയ കുപ്പിച്ചില്ല് പോലെ. You ask me how much cost? I think maybe 5 or 6 rupees. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം അതിന് 5-6 രൂപ വിലയുണ്ടാവും. But no, it costs some 40,000 rupees or 100,000 rupees, a small little piece. പക്ഷേ അതിന് 40,000 രൂപ, 1,00,000 രൂപ വിലയുള്ളതാണ്. People can evaluate this is a real diamond. അത് ആളുകൾക്ക് അത് നോക്കി ഇത് ശരിക്കും രത്നമാണ് എന്ന് അവർക്ക് മനസ്സിലാവും. So people can't evaluate you properly. അതുകൊണ്ട് ആളുകൾക്ക് നിങ്ങളെ ശരിക്കും നിങ്ങളുടെ വില നിശ്ചയിക്കുവാനായിട്ട് ആളുകൾക്ക് അറിയില്ല. You also cannot evaluate yourself properly. നിങ്ങൾക്കും നിങ്ങളെ തന്നെ നിങ്ങളുടെ വില എന്താണെന്ന് കണ്ടുപിടുത്തുവാനായിട്ട് നിങ്ങൾക്കും കഴിയില്ല. Only God can evaluate you. ദൈവത്തിനാണ് നിങ്ങളെ നിങ്ങളുടെ മൂല്യം ശരിക്കും കണ്ടെത്തുവാൻ. And He does not evaluate you by how handsome you look or whether you look like some film star or some intelligence or nothing. എന്നാൽ ദൈവം നിങ്ങളെ വിലയിരുത്തുന്നത്, നിങ്ങളുടെ മൂല്യം കണക്കാക്കുന്നത് നിങ്ങൾ കാണുവാനുള്ള നിങ്ങളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി, ഈ കാര്യങ്ങളിൽ ആസ്പദമാക്കിയല്ല. You may look as useless as that painting.
ആ ഒരു പെയിന്റിങ്ങിനെ പോലെ നിങ്ങളും വളരെ ഒരു വൃത്തിഹീനമായിട്ട് തോന്നിയേക്കാം. But God says, I paid the blood of my son to purchase that person. എന്നാൽ ആ വ്യക്തിയെ നിങ്ങളെ വിലക്കി വാങ്ങുവാനായിട്ട് ഞാൻ എൻ്റെ പുത്രന്റെ രക്തത്തെയാണ് ഞാൻ ചൊരിഞ്ഞത്. Do you all believe that? നിങ്ങളത് വിശ്വസിക്കുന്നുവോ? If you didn't believe it till today, I want you to believe that. നിങ്ങൾ ഇതുവരെ അത് വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അത് വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Especially my burden is for the young people. പ്രത്യേകിച്ചും എനിക്ക് ചെറുപ്പക്കാരോട് എനിക്കൊരു ഭാരമുണ്ട്. You've given your life to Jesus. നിങ്ങൾ യേശുവിനായിട്ട് നിങ്ങളുടെ ജീവനെ നൽകി. I want you to know that God says, I purchased you with the blood of my son. നിങ്ങളെ ഞാൻ എൻ്റെ പുത്രന്റെ രക്തം നൽകിയാണ് വീണ്ടെടുത്തത് എന്ന് ദൈവം നിങ്ങളോട് പറയുന്ന ആ വാക്ക് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The other people don't think you're valuable, but you're valuable to me. മറ്റുള്ളവർ ഒരുപക്ഷെ നിങ്ങളെ വിലയുള്ളവരായിട്ട് കരുതുന്നില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിലയുള്ളവരാണ്. It's very important to know that. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. I am valuable to God. I don't care what other people think about me. എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവത്തിന് ഞാൻ മൂല്യമുള്ളവനാണ്. I hope all of you will remember that all your life. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തോളം നിങ്ങൾ എല്ലാവരും ആ കാര്യം ഓർക്കും എന്ന് ഞാൻ Lord, other people may not think much about me. Maybe I come last in my class. കർത്താവേ, ഒരുപക്ഷെ ഞാൻ ക്ലാസ്സിൽ ഏറ്റവും അവസാനം വരുന്നവനായിരിക്കാം. മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലതായിട്ട് ചിന്തിക്കുന്നില്ല. Not so clever like the other students. മറ്റ് വിദ്യാർത്ഥികളെ പോലെ ഞാൻ അത്ര ബുദ്ധിശക്തി ഉള്ളവനല്ല. But I have a Father in heaven who values me because he purchased me with the blood of Jesus. എന്നാൽ യേശുവിന്റെ രക്തത്താൽ എന്നെ വിലക്കി വാങ്ങിയ, എന്നെ വിലമതിക്കുന്ന ഒരു പിതാവ് എനിക്ക് സ്വർഗ്ഗത്തിലുണ്ട്. Never forget that. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. And if you slip up, get up. നിങ്ങൾ എപ്പോഴെങ്കിലും തെന്നിപ്പോകുന്നെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കുക. God wants to speak to you. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ I'll show you another. I showed you in chapter 1 of Genesis how God wants to speak every day. ഓരോ ദിവസവും നിങ്ങളോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത് എങ്ങനെയാണ് എന്ന് ഞാൻ And I'll show you another verse. ഞാൻ മറ്റൊരു വാക്യം നിങ്ങളോട് Which teaches us God wants to speak to you every day. ഓരോ ദിവസവും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട് എന്നുള്ളത് കാണിക്കുവാനായിട്ട് ഞാൻ മറ്റൊരു വാക്യം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. To change us, to make us anew. നമ്മെ വീണ്ടും ഒരു പുതിയതാക്കി മാറ്റുവാനായിട്ട്. Every day God was doing something new on the earth with his word in Genesis 1. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിച്ചത് തന്റെ വാക്കിനാൽ ഓരോ ദിവസവും ദൈവം ഭൂമിയിൽ പുതുതായിട്ട് One day the new thing was light. ഒരു ദിവസം പുതിയത് വെളിച്ചമായിരുന്നു. Another day new thing was the heavens. രണ്ടാമത്തെ ദിവസം പുതിയത് സ്വർഗ്ഗമായിരുന്നു. Another day the new thing was the earth and the fruit and all and the trees that came up with it. മറ്റൊരു ദിവസം ഭൂമിയായിരുന്നു, അവിടെ മുളച്ച വൃക്ഷങ്ങളായിരുന്നു, ഫലങ്ങളായിരുന്നു. Another day it was the sun and the moon. മറ്റൊരു ദിവസം സൂര്യനും ചന്ദ്രനുമായിരുന്നു. Another day it was the whales and the fish. മറ്റൊരു ദിവസം തിമിംഗലവും മീനുമായിരുന്നു. And then the animals. അതിനെ തുടർന്ന് മൃഗങ്ങൾ. Finally man in the image of God. മനുഷ്യൻ, ദൈവത്തിന്റെ സ്വരൂപത്തിലുള്ള മനുഷ്യൻ. Every day there was something new. ഓരോ ദിവസവും പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. You must believe God wants to say something new to you. നിങ്ങൾ അത് വിശ്വസിക്കണം. പുതുതായിട്ട് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുവാൻ ദൈവത്തിനുണ്ട്. Turn to Deuteronomy 8. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. I want to ask you a question. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. How often did the manna fall from heaven? മന്ന സ്വർഗ്ഗത്തിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് താഴേക്ക് വീണത്? എപ്പോഴൊക്കെയാണ് താഴേക്ക് വീണത്? Once every day. ഓരോ ദിവസവും ഓരോ പ്രാവശ്യം. Except on the Sabbath day when they got for 2 days. ശബത്ത് ദിവസം മാത്രം അവർക്ക് 2 ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് ലഭിച്ചു. Daily. എന്നാൽ ഓരോ ദിവസവും മന്ന പൊഴിയുന്നതായിട്ട് നാം വായിക്കുന്നു. Came from heaven. സ്വർഗ്ഗത്തിൽ നിന്ന്. What for? എന്തിനു വേണ്ടിയാണ്? To feed the hungry Israelites. അവരുടെ വിശപ്പുള്ള ഇസ്രായേൽ മക്കളുടെ വിശപ്പടക്കുവാൻ. One more reason. മറ്റൊരു കാരണം കൂടെയുണ്ട്. Listen to this. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. Deuteronomy 8 verse 3. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. God fed you with manna to teach you something. God fed you with manna to teach you something. യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന just say God fed you with manna to teach you something. നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് മന്ന ദൈവം നൽകി നിന്നെ പോറ്റിയത്. What is that? അതെന്താണ്? That man does not live by bread alone but by every word that proceeds from the mouth of God. അവിടെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്. What was God teaching them through the manna coming? ആ മന്ന താഴേക്ക് വീഴുന്നതിലൂടെ ദൈവം അവരെ പഠിപ്പിക്കുവാൻ ശ്രമിച്ച കാര്യം എന്താണ്? Just like you need to go out and collect this manna every day, you must listen to my word every day. ഓരോ ദിവസവും നിങ്ങൾ പോയി മന്ന പെറുക്കുവാനായിട്ട് പോകുന്നത് പോലെ ഓരോ ദിവസവും നിങ്ങൾ എൻ്റെ
എന്റെ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ just like കാത്തിരിക്കണം. you will die physically if you don't eat this food, ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ, ഈ മന്ന നിങ്ങൾ കഴിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മരിക്കും എന്നുള്ളതുപോലെ spiritually you die if a day goes by in your life without receiving God's word. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കാതെ ഒരു ദിവസം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾ ആത്മീകമായി മരിക്കും എന്നുള്ള പാഠം അവരെ പഠിപ്പിക്കുകയായിരുന്നു. Look back over your life. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളും തിരിഞ്ഞു I want to നോക്കുക. tell you something. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Every day in your past life when you did not hear a word from God, some death came into your life. ഓരോ ദിവസവും കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ നിന്നും ശബ്ദം നിങ്ങൾ കേൾക്കാതെ പോയ നാളുകളിൽ ഒരു മരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു You may വന്നു. not have felt it. നിങ്ങൾക്ക് ഒരു പക്ഷേ അത് തോന്നിയിട്ടില്ലായിരിക്കാം. People who get cancer sometimes realize it only after it has been there for 3-4 years. ക്യാൻസർ ഉള്ള ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ആ ക്യാൻസർ അവരുടെ ജീവിതത്തിൽ 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് The day മനസ്സിലായത്. the cancer starts, you don't feel anything. ക്യാൻസർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. Spreading, you still don't feel it. അത് നിങ്ങളുടെ ജീവിതത്തിൽ പടരുന്നു, നിങ്ങൾക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല. After 4 years, the doctor says, "Hey, this has been going on in your body for 4 years." 4 വർഷത്തിന് ശേഷം ഡോക്ടർ പറയുന്നു, 4 വർഷമായിട്ട് ഈ ക്യാൻസറിന്റെ അണുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. If a physical thing, cancer can be like that. ഭൗതികമായിട്ട് ക്യാൻസർ ഇപ്രകാരമാണെങ്കിൽ Spiritual cancer can spread without your knowing it. ആത്മീകമായ ക്യാൻസർ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പടരുവാനായിട്ട് സാധ്യതയുണ്ട്. You see, nothing happens suddenly. പെട്ടെന്നൊന്നും സംഭവിക്കുകയില്ല. You hear that some believer suddenly fell into adultery. നിങ്ങൾ കേൾക്കുന്നു, ഒരു വിശ്വാസി പെട്ടെന്ന് അവൻ വ്യഭിചാരത്തിൽ വീണു. You think that happened in one day? ഒറ്റ ദിവസം കൊണ്ടാണ് സംഭവിച്ചത് നിങ്ങൾ ചിന്തിക്കുന്നു? Little by little, he was a little careless with watching some pornography, some dirty books, and when he thought nothing would happen, one day he fell into adultery. കുറേശ്ശെ അവൻ ചില പുസ്തകങ്ങൾ വായിക്കുന്നതിൽ, അശ്ലീല പുസ്തകങ്ങൾ വായിക്കുന്നതിൽ, അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിൽ നിന്ന് അവൻ അങ്ങനെ പോയി പെട്ടെന്ന് അവൻ വീണു. Some of you may be having that bad habit. നിങ്ങളിൽ ചിലർക്ക് അങ്ങനെയുള്ള തെറ്റായ ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു. You occasionally see some dirty pornographic pictures. ഇടയ്ക്ക് ഇപ്രകാരമുള്ള അശ്ലീലമായ ചില ചിത്രങ്ങൾ കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലും നിങ്ങൾ കാണുന്നു. Dirty cinemas. ചില അശ്ലീല സിനിമകൾ നിങ്ങൾ കാണുന്നു. Now with a computer you can see it privately without anybody knowing. മറ്റാരും അറിയാതെ നിങ്ങൾ രഹസ്യമായിട്ട് കാണുന്നു. And you think nothing has happened. നിങ്ങൾ വിചാരിക്കുന്നത് ഒന്നും സംഭവിക്കുന്നില്ല. That's what you think. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. A little cancer has already come. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ക്യാൻസറിന്റെ തുടക്കം ആരംഭിച്ചു I കഴിഞ്ഞു. can control myself. നിങ്ങൾ പറയും, എനിക്ക് അത് നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. Don't be surprised if one day you fall into adultery. നിങ്ങൾ ഒരു ദിവസം വ്യഭിചാരത്തിൽ വീണാൽ നിങ്ങൾ അതിശയപ്പെടരുത്. And it did not happen suddenly. അത് പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ല. Little by little you ignored that voice of God saying, "Turn your eyes away, don't look at that." അവിടേക്ക് നീ നോക്കരുത്, നിന്റെ കണ്ണ് തിരിച്ചു കളയുക എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം നീ ക്രമേണ അവഗണിച്ച് അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. Gives us his word to live by it. ദൈവത്തിന്റെ വചനം ദൈവം നൽകുന്നത് ആ വചനത്താൽ നാം ജീവിക്കുവാൻ വേണ്ടിയാണ്. You know, there are a lot of people who say, "I cannot control my anger." പല ആളുകളുണ്ട്, അവരിങ്ങനെ പറയാറുണ്ട്, എനിക്ക് എന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. That also did not happen suddenly. അതും പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമല്ല. In the early days, God would speak to them. ആരംഭ നാളുകളിൽ ദൈവം അവരോട് സംസാരിക്കുമായിരുന്നു. Keep quiet now, don't open your mouth, don't reply to that person. നീ ഇപ്പോൾ മിണ്ടാതിരിക്കുക, ആ വ്യക്തിയോട് നീ മറുപടി പറയാതിരിക്കുക എന്ന് പറയുമായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. And you tell your conscience, keep quiet, I've got to tell him something, otherwise he won't understand. ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ മനസാക്ഷിയോട് നീ പറയും, മനസാക്ഷിയെ നീ മിണ്ടാതിരിക്കുക, നീ മനസാക്ഷി ഇപ്പോൾ ശബ്ദിക്കരുത്, എനിക്ക് അവനോട് ഒരു കാര്യം പറയാനുണ്ട്. Go and tell that brother or your wife or something. നീ ആ സഹോദരനോട് ആ മനസാക്ഷിയുടെ ശബ്ദത്തെ അവഗണിച്ച് നീ പോയി സംസാരിക്കുന്നു. One day you become a man of such violent temper. ഒരു ദിവസം നിങ്ങൾ വളരെ കോപിഷ്ഠനായ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു. Or this habit of gossiping and backbiting. അല്ലെങ്കിൽ ഈ തരത്തിൽ മറ്റുള്ളവരോട് പരദൂഷണം പറയുന്ന ആ ഒരു സ്വഭാവം. It doesn't happen suddenly. വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. First one small thing. ആദ്യം ഒരു ചെറിയ കാര്യം. You just pass on some bad information about one person to another. ഒരു വ്യക്തിയെക്കുറിച്ച് തെറ്റായ ചില കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരോട് പറയുന്നു. The Bible says if a person sins you must go to speak to him directly. ഒരു വ്യക്തി പാപം ചെയ്യുന്നുവെങ്കിൽ ആ വ്യക്തിയോട് നേരിട്ട് പോയി സംസാരിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. That is the word of God. അതാണ് ദൈവത്തിന്റെ വചനം. But you don't do that. അത് നിങ്ങൾ ചെയ്യുന്നില്ല. You go and tell another person. നിങ്ങൾ പോയി മറ്റൊരാളോട് പറയുന്നു. Like Ham told his brothers, "See, Noah is lying naked." ഹാം പോയി തന്റെ സഹോദരനോട്, ഇതാ നോഹ നഗ്നനായി കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. What happened? എന്താണ് സംഭവിച്ചത്? He and his children also got cursed. അവിടെ അവൻ മാത്രമല്ല അവന്റെ കുഞ്ഞുങ്ങളും അവർക്ക് ദൈവത്തിന്റെ ശാപമുണ്ടായി. So
you develop this habit, you just go and tell one person. നിങ്ങൾ മറ്റുള്ള ആളോട് പറയുന്ന ആ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. Your conscience has become little dead. അവിടെ നിങ്ങളുടെ മനസ്സാക്ഷി അല്പം മരിച്ചിരിക്കുന്നു. Next time you can do it more easily. കുറച്ചുകൂടി എളുപ്പത്തിൽ അടുത്ത പ്രാവശ്യം ചെയ്യാനായിട്ട് കഴിയും. Little by little you don't hear God even speaking to you in that area. കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഒരു മേഖലയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുവാനേ കഴിയുന്നില്ല. God gave the manna so that they will learn to hear him every day. ഓരോ ദിവസവും ദൈവത്തെ കേൾക്കുവാനായിട്ട് അഭ്യസിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അവർക്ക് മന്നയെ കൊടുത്തത്. I look back to the early years of my life. എൻ്റെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയാണ്. Back about 43 years ago. 43 വർഷങ്ങൾക്ക് മുമ്പ് I was in a backslidden state. ആ സമയത്ത് ഞാനൊരു പിന്മാറ്റത്തിന്റെ നാളുകളിലൂടെ കടന്നുപോയ ഒരു സമയം. I was very discouraged because the ministry I thought I would have, I never had. ആ സമയത്ത് ഞാൻ നിരാശനായ ഒരു സമയം. എനിക്ക് ഉണ്ടാകുമെന്ന് ചിന്തിച്ച ഒരു ശുശ്രൂഷ ആ സമയത്ത് എനിക്കില്ല. I thought I would work with one godly brother, but he rejected me. ഞാൻ ഒരു ദൈവഭക്തനായ സഹോദരനോടൊപ്പം പ്രവർത്തിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ആ ദൈവഭക്തനായ സഹോദരൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞു. Discouraged me a lot. അതെന്നെ ഒത്തിരി നിരാശപ്പെടുത്തി. For 3-4 years I backslid. 3-4 വർഷം ഞാൻ ഒരു പിന്മാറ്റത്തിന്റെ പാതയിലായിരുന്നു. And we were also, on top of that, we were very poor as a family. ആ സമയത്ത് ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ വളരെ പാവപ്പെട്ട ഒരു സ്ഥിതിയിൽ ദാരിദ്ര്യത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന സമയം. And I could have listened to the word of God and overcome, but I did not. ആ സമയത്ത് ദൈവത്തിന്റെ വചനത്തെ കേട്ട് എനിക്ക് ജയിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തില്ല. I was defeated, discouraged, depressed. ആ സമയത്ത് ഞാൻ പരാജയപ്പെട്ടവനും നിരാശനും ആയിട്ട് ഉണ്ടായിരുന്ന ഒരു സമയം. That's when I became desperate and said, Lord, fill me with the Holy Spirit. ആ സമയത്താണ് ഞാൻ എൻ്റെ ഉള്ളിൽ കർത്താവേ എനിക്ക് ഇങ്ങനെ പോകുവാൻ കഴിയുകയില്ല, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങിയത്. And the Spirit of God began to move upon my life. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവിതത്തിൽ പരിവർത്തിക്കുവാനായിട്ട് തുടങ്ങി. I started to hear God's word again. ഞാൻ വീണ്ടും ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുവാനായിട്ട് ആരംഭിച്ചു. Every day I seek to hear his word now. ഓരോ ദിവസവും ഞാൻ ഇപ്പോൾ അവന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഞാൻ കാതോർക്കുന്നു. Even if you don't have a Bible with you, you can still hear what God is saying to you. നിങ്ങളുടെ കയ്യിൽ ഒരു വേദപുസ്തകം ഇല്ലെങ്കിൽ പോലും ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. Many times you're traveling in a bus, you don't have a Bible with you, but you can still hear God. പല സമയങ്ങളിൽ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു വേദപുസ്തകമില്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ളത് കേൾക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. Now here is another verse. I showed you two passages, Genesis 1 and Deuteronomy 8. ഞാൻ നിങ്ങൾക്ക് രണ്ട് ദൈവത്തിന്റെ വചനഭാഗങ്ങൾ കാണിച്ചു, ഉൽപ്പത്തി 1, ആവർത്തനം 8. Here is a third one. മൂന്നാമത്തേത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. It says God wants to speak to us every day to change us. ഓരോ ദിവസവും നമ്മെ മാറ്റുവാനായിട്ട് ദൈവം നമ്മോട് സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ കാണിക്കാം. Not only to change us, നമ്മെ മാറ്റുവാൻ വേണ്ടി മാത്രമല്ല, but now one step further. ഒരു പടി വീണ്ടും മുമ്പോട്ട്, to give us a word for other people. മറ്റുള്ളവർക്ക് ഒരു വചനം കൊടുക്കുവാനായിട്ട് ദൈവം നമ്മോട് സംസാരിക്കുന്നു. Isaiah 50. യെശയ്യാവ് 50-ാം അധ്യായം. Please remember these passages. ഈ അധ്യായങ്ങൾ നിങ്ങൾ ഓർക്കുക. Genesis 1, ഉൽപ്പത്തി 1, Deuteronomy 8, ആവർത്തനം 8, and now Isaiah 50. ഇപ്പോൾ യെശയ്യാവ് 50, verse 4. 4-ാം വാക്യം. It's a prophecy concerning Jesus. യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് നാം ഇവിടെ വായിക്കുന്നത്. The Lord God has given me the tongue of disciples that I may know how to sustain a weary one with a word. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിനെ യഹോവയായ കർത്താവ് ശിഷ്യന്മാർക്ക്. That is called prophecy. അതാണ് പ്രവചനം എന്ന് പറയുന്നത്. Here is a definition of prophecy. പ്രവചനത്തിന്റെ ഒരു നിർവചനം ഇതാ ഇവിടെ. To help a weary person, to encourage him with the word of God. തളർന്നിരിക്കുന്ന ഒരുവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ. It may be a 1-hour message, it may be one sentence message. ഒരു മണിക്കൂർ നേരത്തെ സന്ദേശമായിരിക്കാം, ഒറ്റ വാക്കിലുള്ള ഒറ്റ സെന്റൻസിലുള്ള ഒരു സന്ദേശമായിരിക്കാം. Melchizedek was a prophet who came and encouraged Abraham with one sentence. ഒറ്റ സെന്റൻസ് കൊണ്ട് എബ്രഹാമിനെ വന്ന് ഉത്സാഹിപ്പിച്ച ഒരു പുരോഹിതനാണ് മൽക്കിസെദെക്ക്. Or it may be with long messages, or like we read in Acts 15, Judas and Silas were prophets. യൂദാസും ശീലസും അവരെ പ്രവാചകന്മാരായി ദീർഘനേരം അപ്പോസ്തല പ്രവൃത്തികൾ 14-ലും 15-ലും ഒക്കെ സംസാരിച്ചതുപോലെയുള്ള പ്രവചനങ്ങളായിരിക്കാം. The principle is here. എന്നാൽ അതിന്റെ പ്രമാണം എവിടെയുണ്ട്? God gives a word to sustain others. മറ്റുള്ളവരെ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ ദൈവം. He wants to give it to you young people. ചെറുപ്പക്കാരെ നിങ്ങൾക്ക് അത് നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. Maybe to give a word to encourage some discouraged person in your college. നിങ്ങളുടെ കോളേജിലോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവിടെ നിരാശനായിരിക്കുന്ന ഒരുവന് വേണ്ടി കൊടുക്കുവാൻ ഒരു വാക്ക് ദൈവം നിങ്ങൾക്ക് തരുന്നു. In order to get that word,
എന്നാൽ ആ വാക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ it says here in the middle of verse 4, നാലാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് നാം വായിക്കുന്നു, God wakes me up every morning. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. Morning by morning means day by day. അവൻ രാവിലെ തോറും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ രാവിലെയും he wakes up my ear. അവൻ എന്റെ ചെവിയെ തുറക്കുന്നു, to listen. അവനെ as a disciple, ഒരു ശിഷ്യനെ പോലെ just കേൾക്കുവാൻ. like Genesis 1, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ God വായിച്ചതുപോലെ wakes up the earth every morning and say, now listen to what I have to say. ദൈവം ഓരോ രാവിലെയും ഭൂമിയെ പിടിച്ച് കുലുക്കി നീ എന്നോട് ശ്രദ്ധിക്കുക Let there be ശ്രദ്ധിക്കുക trees and fruit in you now. ഇവിടെ ഇതാ ഇവിടെ ചെടികളും ഫലവും അവിടെ മുളയ്ക്കട്ടെ. Let there be whales and fish in the sea. അവിടെ കടലിൽ തിമിംഗലവും മത്സ്യവും ഉണ്ടാകട്ടെ. The same God wakes me up in the morning and wants to wake you up. ആ ദൈവം തന്നെ രാവിലെ തോറും എന്നെയും നിന്നെയും ഉണർത്തുവാനായിട്ട് to say ആഗ്രഹിക്കുന്നു. something to you specifically. വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ട് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. The new covenant, like we heard a little while ago, they will not teach each other. All shall hear me directly, the Father says. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത് പിതാവ് പറയുന്നത് ഓരോരുത്തരും അന്യോന്യം ദൈവത്തെ അറിയുക എന്ന് അവർ പറയുകയില്ല. ഓരോരുത്തരും ആബാലവൃദ്ധം ദൈവത്തെ അറിയും. Old Testament they had to go to a prophet. What is God saying? പഴയ നിയമത്തിൽ അവർക്ക് ഒരു പ്രവാചകന്റെ അടുത്ത് പോയി ദൈവം എന്താണ് പറയുന്നത് അന്വേഷിക്കണമായിരുന്നു. If you have the Holy Spirit, God speaks to you directly. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ദൈവം നിങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു, നേരിട്ട് സംസാരിക്കുന്നു. If God could speak to a child like Samuel in the Old Testament, why can't he speak to you? You're much older than Samuel. പഴയ നിയമത്തിൽ ശമൂവേൽ ബാലനോട് ദൈവത്തിന് സംസാരിക്കാമെങ്കിൽ ബാലനെക്കാട്ടിലും പ്രായമുള്ള നിങ്ങളോട് ദൈവത്തിന് നേരിട്ട് സംസാരിക്കുവാനായിട്ട് all of you learn to say the word Samuel said. ശമൂവേൽ പറഞ്ഞ ആ വാക്കുകൾ പറയുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും അഭ്യസിക്കുക. That's the one good thing Eli did. ഏലി ചെയ്ത ഒരു നല്ല കാര്യം അതാണ്. He told Samuel, say, speak Lord, your servant is listening. ശമൂവേലിനോട് പറഞ്ഞു, നീ ദൈവത്തോട് പറയുക, അടിയൻ ഇതാ അരുളി ചെയ്യണമേ എന്ന് പറയുവാനായിട്ട് ദൈവത്തോട് പറയുക. Say that to God. Lord, speak, I'm listening. ദൈവത്തോട് നിങ്ങളും അത് പറയുക, ദൈവമേ അടിയൻ ഇതാ അരുളി ചെയ്യണമേ. He will speak to me as a disciple. ഒരു ശിഷ്യനെ പോലെ ദൈവം എന്നോട് and when he speaks to me, he'll give me a word to sustain another person. അങ്ങനെ ദൈവം എന്നോട് സംസാരിക്കുകയും തളർന്നിരിക്കുന്ന മറ്റൊരുവനെ താങ്ങുവാനായിട്ട് ഒരു വാക്ക് ദൈവം എനിക്ക് തരികയും. Imagine living a life like this where finally every single day of your life you're helping somebody. ഇങ്ങനെ ഒരു ജീവിതം നിങ്ങൾ അത് ചിന്തിച്ചു നോക്കുക. എത്ര മനോഹരമായ ഒരു ജീവിതമാണ്. ഓരോ ദിവസവും നിങ്ങൾ ദൈവത്തിൽ നിന്ന് വചനം ലഭിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരെ തളർന്നവരെ നിങ്ങൾ താങ്ങുന്നു. It won't be like that in the beginning. ആരംഭത്തിൽ അങ്ങനെ ആയിരിക്കുകയില്ല. But little by little you will get there. എന്നാൽ ക്രമേണ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരും. Every day ഓരോ ദിവസവും you have a word to bless somebody. മറ്റുള്ളവർക്ക് അനുഗ്രഹം പകരുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് ഉണ്ട്. Maybe a word to encourage your wife or husband. ഒരുപക്ഷേ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉത്സാഹം പകരുന്ന ഒരു വാക്കായിരിക്കാം. It will never be a discouraging word. അതൊരിക്കലും നിരാശപ്പെടുത്തുന്ന ഒരു വാക്കായിരിക്കുകയില്ല. God is a God who encourages, never discourages. ദൈവം ഉത്സാഹിപ്പിക്കുന്ന ദൈവമാണ്, നിരാശപ്പെടുത്തുന്ന ദൈവമല്ല. I remember soon after I was filled with the Holy Spirit nearly 40 years ago. 40 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് ലഭിച്ച ആ ഒരു സമയം അതിനെ തുടർന്ന് you know it says we will dream dreams. അവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ കാണും. I used to have some dreams. ആ സമയത്ത് എനിക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. In those dreams I had some messages from God. ആ സ്വപ്നങ്ങളിൽ എനിക്ക് ദൈവത്തിൽ നിന്ന് ചില സന്ദേശങ്ങൾ ഉണ്ടാവുമായിരുന്നു. And one day I saw in my dream like this. ഒരു ദിവസം ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഇപ്രകാരം കണ്ടു. In my dream എൻ്റെ സ്വപ്നത്തിൽ I saw myself walking back after speaking in some meeting. ഞാൻ ഒരു മീറ്റിംഗിൽ സംസാരിച്ച ശേഷം ഞാൻ തിരിച്ചു നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. It was not in Bangalore, it was in some other place. മറ്റൊരു സ്ഥലത്ത് അപ്രകാരം പ്രസംഗിച്ച ശേഷം ഞാൻ തിരികെ നടക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. I finished the meeting and I was walking back to where I was staying, in the room I was staying. ഞാൻ മീറ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നടന്നു പോവുകയായിരുന്നു. And I had really sought to preach from my heart at that meeting. ആ സമയത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ആ വളരെ ആത്മാർത്ഥതയോടെ സംസാരിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ച ഒരു മീറ്റിംഗ് ആയിരുന്നു. And I heard a voice behind me saying, എൻ്റെ പുറകിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ that was not good enough. ആ ശബ്ദം എങ്ങനെയായിരുന്നു? നീ പ്രസംഗിച്ചത് നന്നായില്ല, you could have done better. നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പ്രസംഗിക്കാമായിരുന്നു. ഉടനെ ആ സ്വപ്നത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ സമാധാനവും സന്തോഷവും എനിക്ക് അങ്ങ് പോയി. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് മീറ്റിംഗിൽ നിന്നും വന്നത്. എന്നാൽ ആ ശബ്ദം കേട്ട ഉടനെ ഇത് നന്നായില്ല, നിനക്ക് കുറച്ചുകൂടെ മെച്ചമായിട്ട് ചെയ്യാമായിരുന്നു എന്ന ശബ്ദം കേട്ട ഉടനെ ഞാൻ ഉടനെ നിരാശപ്പെട്ടു.
ഉടനെ ഞാൻ ദൈവത്തോട് Why ചോദിച്ചു, is it when I read your word and you speak to me, it's always encouraging? കർത്താവേ, അങ്ങയുടെ വചനം ഞാൻ എപ്പോഴും വായിക്കുമ്പോൾ അത് വളരെ ഉത്സാഹം പകരുന്നതാണല്ലോ. But why is it when I hear a word like this from the back, it discourages me? എന്നാൽ കർത്താവേ, പുറകിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടപ്പോൾ എന്താണ് ഞാൻ നിരാശപ്പെട്ടു പോകുന്നത്? And I heard the Lord speaking to me in my dream. അപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ദൈവം എന്നോട് ഇപ്രകാരം സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. Turn around and see who it is. നീ തിരിഞ്ഞു നോക്കുക, അത് ആരാണെന്ന് നോക്കുക. So in my dream I turned around. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കി. There was some black figure that quickly ran away. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു കറുത്ത രൂപം പെട്ടെന്ന് ഓടിപ്പോയി, അപ്രത്യക്ഷമായി. And I learned something that day. ആ ദിവസം ഞാനൊരു പാഠം പഠിച്ചു. It is the devil who says that was not good enough. അത് നന്നായില്ല, പോരായിരുന്നു എന്ന് പുറകിൽ നിന്ന് മന്ത്രിക്കുന്ന ആ ശബ്ദം നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നത് പിശാചിന്റെ ശബ്ദമാണ്. We think that must be the Holy Spirit who's telling me I'm not good enough. നമ്മൾ വിചാരിക്കും അത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് നന്നായില്ല എന്ന് പറയുന്നത് എന്ന്. But it is not the Holy Spirit. അത് പരിശുദ്ധാത്മാവല്ല. It's the devil trying to discourage you. നിങ്ങളെ നിരാശപ്പെടുത്താൻ ശ്രമിക്കുന്ന പിശാചിന്റെ ശബ്ദമായി ആണത്. Think if you have when my children were very small, they used to write 3-4 years old birthday cards for me. കുഞ്ഞുങ്ങൾക്ക് അവർ ചെറിയ പ്രായത്തിൽ 3-4 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർ എനിക്ക് ബർത്ത്ഡേ കാർഡ് എഴുതി തരുമായിരുന്നു. Some scrap of paper they will write, happy birthday dear daddy, we love you very much. അവർ ഒരു ചെറിയ ഏതെങ്കിലും ഒരു കടലാസ് തുണ്ടെടുത്ത് ആ കടലാസ് തുണ്ടിൽ എഴുതും, ഹാപ്പി ബർത്ത്ഡേ ഡാഡി, ഞാൻ ഞങ്ങൾ സ്നേഹിക്കുന്നു. And E and S will all be written backwards. It's not അവിടെ എഴുതിയിരിക്കുന്നത് ഇയും എസും ഒക്കെ അങ്ങോട്ടും വളഞ്ഞും തിരിഞ്ഞും ഒന്നും ശരിയായിട്ടല്ല എഴുതിയിരിക്കുന്നത്. Spelling is all wrong. അവിടെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്. They would give it to me early morning. രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് കൊണ്ടുതരും. What will I say? ഞാൻ അവരോട് എന്താ പറയുക? This is not good enough. ഞാൻ അവരോട് ഇതെന്തോ എന്താ എഴുതിയിരിക്കുന്നത്, കൊള്ളത്തില്ലല്ലോ, spelling is wrong. ഇവിടെ കണ്ടോ, ഈ സ്പെല്ലിംഗ് തെറ്റാണ്. Never. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുകയില്ല. I keep those papers till today. ഇന്ന് വരെ ഞാൻ ആ കടലാസുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. It brings tears to my eyes. ആ കടലാസ് കഷ്ണങ്ങൾ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ കണ്ണുനീര് വരാറുണ്ട്. My little children trying to say thank you to me. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് നന്ദി പറയുവാനായിട്ടുള്ള അവരുടെ ആത്മാർത്ഥമായ ശ്രമം ഞാൻ കാണുന്നു. I'm not a good father. ഞാനൊരു നല്ല പിതാവല്ല. God is a million times better father. എന്നാൽ എന്നെക്കാട്ടിലും എത്രയോ കാതം മടങ്ങ് നല്ലവനായ ഒരു പിതാവാണ് ദൈവം. He will never say to you, that's not good enough. അവൻ ഒരിക്കലും നിങ്ങളോട് അത് ശരിയായില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. If God could have tears in his eyes, he would have tears in his eyes when he sees you coming like that to him to thank him. നിങ്ങൾ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങളുടെ ചെറിയ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടെങ്കിൽ ആ സമയത്ത് ദൈവം ആ കണ്ണുനീര് പൊഴിക്കുമായിരിക്കും. Don't believe these lies of the devil. പിശാചിന്റെ ഈ കള്ളത്തരങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത്. God's word comes every day to encourage us. ഓരോ ദിവസവും നമ്മെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് ദൈവവചനം കടന്നു വരും. So much of our life has been messed up because we believe the devil's lies. പിശാചിന്റെ കള്ളത്തരങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒത്തിരി ഭാഗം നാം അത് കുഴപ്പത്തിലാക്കി കളഞ്ഞു. Supposing someday you went out to college or to school work and you forgot to read the Bible. നിങ്ങൾ ഒരു ദിവസം കോളേജിലോ സ്കൂളിലോ പോയി, നിങ്ങൾ ജോലിക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കാൻ മറന്നുപോയി. Don't get discouraged. നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. Say, Lord, so many years Christians didn't have a Bible, but you could speak to them. കർത്താവേ, നിങ്ങൾ ദൈവത്തോട് പറയുക, അനേക വർഷങ്ങൾ ആളുകൾക്ക് ബൈബിളേ ഇല്ലായിരുന്നല്ലോ, എന്നിട്ടും അങ്ങ് അവരോട് സംസാരിച്ചല്ലോ. So many Christians are in jail, they don't have a Bible, but you speak to them. കർത്താവേ, അനേക ക്രിസ്ത്യാനികൾ അവര് ജയിലിൽ കിടക്കുന്നു, അവരോട് അങ്ങ് സംസാരിക്കുന്നല്ലോ. I forgot to read the Bible today. കർത്താവേ, ഞാൻ ഇന്ന് ദൈവവചനം വായിക്കാൻ മറന്നുപോയി. You can speak to me now. കർത്താവേ, എന്നാലും അങ്ങനോട് സംസാരിക്കണമേ. Say something to my heart now that will encourage me. കർത്താവേ, എന്നെ ഉത്സാഹിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം എന്നോട് സംസാരിക്കണമേ. I love you, Daddy. ഡാഡി, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. I know you love me too. കർത്താവേ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നത് എനിക്കറിയാം. Learn to talk to God like that. അപ്രകാരം ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് നിങ്ങൾ അഭ്യസിക്കുക. Gradually you will develop the habit of hearing God speaking to you. അങ്ങനെ നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് Never get discouraged. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. Not a single day. ഒരു ദിവസം പോലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. My life has become like that. എന്റെ ജീവിതം അങ്ങനെയുള്ളതായി തീർന്നിരിക്കുന്നു. I can tell you before God's face. ദൈവത്തിന്റെ മുമ്പാകെ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ട് I never get discouraged now for a single day in my life. എന്റെ ജീവിതത്തിൽ ഒരു നാളും ഞാൻ നിരാശപ്പെട്ട് ഇന്ന് ആയിരിക്കുന്നില്ല. Because I have learned
to listen to God every day. ഒരു ദിവസവും ദൈവത്തെ കേൾക്കുവാനായിട്ട് ഞാൻ അഭ്യസിച്ചിരിക്കുന്നതുകൊണ്ട് All the time. ഓരോ സമയം എപ്പോഴും I want to hear you. കർത്താവേ, എനിക്ക് അങ്ങയെ കേൾക്കണം. Jesus said to Martha, don't worry so much of serving me. Be like Mary who is listening to me. That is the most important thing. മറിയയെ പോലെ എൻ്റെ പാദത്തിലിരുന്ന് നീ കേൾക്കുക, അതാണ് ഏറ്റവും പ്രധാനം. മാർത്തയെ പോലെ നീ പല കാര്യങ്ങളെ ചൊല്ലി വിചാരപ്പെടാതിരിക്കുക. So I want to say to all of you, ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയട്ടെ, God wants to make you completely new. ദൈവം നിങ്ങളെ എല്ലാവരെയും പൂർണ്ണമായും പുതുതാക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Revelation 21, I make everything new. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഞാൻ സകലതും പുതുതാക്കി തീർക്കുന്നു. എന്നാൽ ഒറ്റ ദിവസം കൊണ്ടല്ല, brighter and brighter day by day. ഓരോ നാളും അത് കൂടുതൽ ശോഭനപൂർണ്ണമായി. One day you will become completely like Jesus Christ. ഒരു ദിവസം നിങ്ങൾ യേശുവിനെ പോലെയാകും. So no matter what happens on earth, don't get discouraged. അതുകൊണ്ട് ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. You got what you wanted? നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചോ? Or you didn't get what you wanted? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടിയില്ലയോ? The person you were hoping you will married somebody else. നിങ്ങൾ വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന വ്യക്തി മറ്റൊരാളെ വിവാഹം കഴിച്ചു. Praise the Lord. Praise the Lord. God has got somebody better for you. എനിക്ക് അതിനെക്കാട്ടിലും നല്ല ഒരാളെ ദൈവം Never get തന്നിട്ടുണ്ട്. discouraged. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. You went for that interview and you thought you would definitely get the job. You didn't get it. ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ പോയി എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചു, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയില്ല. God has got something better for you. നിങ്ങൾക്ക് ദൈവം അതിനെക്കാട്ടിലും മെച്ചമായ ഒന്ന് കരുതിയിരിക്കുന്നു. Remember this. ഇത് നിങ്ങൾ ഓർക്കുക. And never let the devil discourage you. ഒരിക്കലും പിശാച് നിങ്ങളെ നിരാശപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. And let me say again. ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. Don't expect whales and fish on the second day. രണ്ടാമത്തെ ദിവസം തിമിംഗലത്തെയും മീനിനെയും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. That will come on the fifth day. അത് അഞ്ചാമത്തെ ദിവസമേ വരികയുള്ളൂ. So don't get impatient. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ക്ഷമ അറ്റുപോകരുത്. That what that brother got after 50 years of being a believer, you want to get in 2 years. You won't get it. ആ സഹോദരൻ 50 വർഷം വിശ്വാസിയായി അദ്ദേഹം മുമ്പോട്ട് പോയി ലഭിച്ച കാര്യം നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് ലഭിക്കുകയില്ല. It'll come. അത് വരും. But you got to wait for that day. എന്നാൽ ആ ദിവസത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. Remember that. അത് നിങ്ങൾ ഓർക്കുക. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗസ്ഥനായ പിതാവേ, a Father who encourages us every day. ഞങ്ങളെ ഓരോ ദിവസവും ഉത്സാഹിപ്പിക്കുന്ന പിതാവേ, thank you Lord for your word. അങ്ങയുടെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Thank you for your Holy Spirit that's always speaking. ഞങ്ങളോട് തുടർമാനമായിട്ട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Pray for all the young people here. ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. That they'll grow up to be men and women of God. ദൈവത്തെ അറിയുന്ന ദൈവ മനുഷ്യരായിട്ട് അവർ വളർന്നു വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I pray in Jesus name. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.